നമസ്കാരം. ഞാനൊരു പിക്ചർ കാണിച്ചു തരാം. ഇതിലെ തമ്പനയിൽ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അത്ഭുതമുണ്ടായിരിക്കാം. കേരളത്തിലെ സർവകലാശാലകളിൽ ഈ പലസ്തീൻ ഭീകരർ, ഹമാസ് ഭീകരർ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ചെറിയൊരു യോജിക്കുന്ന എന്തെങ്കിലും ഘടകം വേണ്ടേ എന്ന ചോദ്യമൊക്കെ പലർക്കും ഉണ്ടായിരിക്കാം. ഇങ്ങനെ തമ്പനയിൽ കൊടുക്കരുത് എന്നൊക്കെ വലിയ ധീര ഉപദേശം തരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അത് കൊടുക്കാനുണ്ടായ ഒരു പ്രധാന കാരണമുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇന്ന് ഏത് രീതിയിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നു ഇവിടെ മാറി മാറി ഭരിച്ച ഇടത് വലത് ഭരണകർത്താക്കൾ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനോ എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം നമ്മുടെ യുവജനങ്ങളെല്ലാം ഈ കേരളം വിട്ടുകൊണ്ട് വെറും കേരളമല്ല ഈ കേരളം വിട്ടുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അന്യ സംസ്ഥാനങ്ങളായിക്കോട്ടെ അന്യ രാജ്യങ്ങളായിക്കോട്ടെ ഇവിടേക്കൊക്കെ എന്തുകൊണ്ടാണ് ചേക്കേറുന്നത് എന്ന് ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് ദൃഷ്ടാന്തമുണ്ട്. മറ്റൊന്നും കൊണ്ടുമല്ല, ഞാനൊരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ആ ചിത്രത്തിലുണ്ട് ഇത് എല്ലാതും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ തെളിവ് സഹിതം പറഞ്ഞു തരാം. നോക്കൂ, ഇത് ഇൻതിഹാദ് എന്ന് പറയുന്ന കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ഹെഡിങ് കാണുന്നുണ്ട്, ഇൻതിഫാദ്. ഈ ഇൻതിഫാദ് എന്ന് പറയുന്ന ഇതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേരള സർവകലാശാല യൂണിയൻ 2022-23 യുവജനോത്സവം 2024 മാർച്ച് 7, 8, 9, 10, 11 തീയതികളിൽ പാളയം, തിരുവനന്തപുരം. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും മേലെ കൊടുത്തൊരു ക്യാപ്ഷൻ എന്തെന്നറിയാമോ? അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം. നോക്കൂ, ഒരു കേരള സർവകലാശാല എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാല തന്നെയാണ്. മാത്രമല്ല ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രധാനപ്പെട്ട സർവകലാശാലകളിലെല്ലാം മികച്ച ഒരു സർവകലാശാല തന്നെ ആയിരുന്നു കേരള സർവകലാശാല. പക്ഷെ ഇന്ന് കേരളത്തിലെ സർവകലാശാലകൾ ഏത് രീതിയിലായി മാറി എന്ന് ചോദിക്കുന്നിടത്താണ് ഇസ്ലാമിക കൊടും ഭീകരത നട്ടുനനച്ച് വളർത്തുന്ന രീതിയിലേക്ക് കേരളത്തിലെ സർവകലാശാലകളെയും സ്കൂളുകളെയും കോളേജുകളെയും മാറ്റിയിരിക്കുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ അറിയേണ്ടത്. ഇനി വലതുവശത്ത് മറ്റൊന്ന് കൊടുത്തിട്ടുണ്ട്, എന്തെന്നറിയാമോ? ഇതിന്റെ അർത്ഥമാണ് ഇൻതിഫാദ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായി നമ്മൾ എല്ലാവരും കേൾക്കുന്നത് പലസ്തീന്റെയും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധമുണ്ടല്ലോ, ഇസ്രയേലിനെതിരായിട്ടുള്ള ഈ പലസ്തീൻ കാട്ടിക്കൂട്ടുന്ന അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ അഹങ്കാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ഫലമായി കാട്ടിക്കൂട്ടുന്ന ആ യുദ്ധമുണ്ടല്ലോ, നിരപരാധികളെ കൊന്നൊടുക്കുന്ന ആ യുദ്ധം, ആ യുദ്ധത്തിൽ കേട്ട ഒരു വാക്കാണ് ഇൻതിഫാദ എന്നുള്ളത്. അതായത് അറബിയിലാണുള്ള വാക്കാണ് ഇൻതിഫാദ എന്നുള്ളത്. ഈ ഇൻതിഫാദ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും മേലെ ഗൂഗിൾ എടുത്തിട്ട് ഒന്ന് കൊടുക്കുക. എന്താണ് ഇൻതിഫാദയുടെ മീനിങ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ കൊടുക്കുക. ഇൻതിഫാദ മീനിങ് എന്ന് മാത്രം ഗൂഗിളിൽ കൊടുത്താൽ വരുന്ന സാധനം എന്തെന്നറിയാമോ? വാട്ട് ഈസ് ആൻ ഇൻതിഫാദ? ദ അറബിക് വേർഡ് ഇൻതിഫാദ ട്രാൻസ്ലേറ്റ് ടു uprising or shaking off. It has been used to describe periods of intense Palestine in a protest against Israel എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നുണ്ട് ഇതിന്റെ വിശദീകരണം. ഇനി ഇതിന്റെ മലയാളം എന്തെന്നറിയാമോ? ഇംഗ്ലീഷ് വായിച്ച നമ്മൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കില്ല. അപ്പോൾ ഇതിന്റെ മലയാളം വരുന്നത് എന്താണ് ഇൻതിഫാദ? ഇൻതിഫാദ എന്ന അറബിക് പദത്തിന്റെ വിവർത്തനം വിപ്ലവം അല്ലെങ്കിൽ കുലുക്കം എന്നാണ്. എന്താണ് വിപ്ലവം എന്നാൽ കുലുക്കം എന്ന്? നമ്മുടെ സർവകലാശാലകളെ അധിനിവേശ ശക്തികൾക്കെതിരെ കുലുക്കം എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഇവിടെ അധിനിവേശം നടത്തിയത്? നോക്കൂ, ചിന്തിച്ചു നോക്കും. ഇവിടെ അധിനിവേശം നടത്തിയത് ഇസ്ലാമിക അതല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈസ്തവ കമ്മ്യൂണിറ്റികൾ തന്നെയല്ലേ നമ്മുടെ ഭാരതത്തിലേക്ക് അധിനിവേശം നടത്തിയിട്ടുള്ളത്? ഭാരതം ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപേ നോക്കിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഭാരതം എന്നും ഹിന്ദു സംസ്കാരം പേർന്ന ഹൈന്ദവ രാജ്യം തന്നെയായിരുന്നു. ആ രാജ്യത്തിലേക്ക് കുടിയേറ്റം നടത്തിയത് ക്രൈസ്തവരും ഇസ്ലാമുകളും തന്നെയായിരുന്നു. അതിൽ ക്രൈസ്തവരായാലും ഇസ്ലാമുകളായാലും എന്താണ് ഈ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തിന് പ്രദാനം ചെയ്തതെന്നും എങ്ങനെയാണ് അഖണ്ഡ ഭാരതം വെട്ടിമുറിച്ചതെന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആരാണ് അധിനിവേശം നടത്തിയതെന്ന് നമുക്ക് വ്യക്തമാവും. പക്ഷെ ഇവർ ഇവിടെ ഉദ്ദേശിക്കുന്ന അധിനിവേശം എന്നത് എന്തായിരുന്നു എന്നറിയാമോ? RSSന്റെയും BJPയുടെയും അതല്ലെങ്കിൽ സംഘിപ്പട്ടം നൽകിക്കൊണ്ട് ഹിന്ദുക്കളുടെ നേരെ ബുൾഡോസർ ഓടിച്ചു കയറ്റാൻ വേണ്ടി പ്രഖ്യാപനം നടത്തിയ മലപ്പുറത്തെ സോളിഡാരിറ്റി പ്രോഗ്രാമിൽ ഈ പറയുന്ന പലസ്തീൻ ഹമാസ് നേതാവിനെ കൊണ്ടുവന്ന് അന്ന് നടത്തിയ പ്രഖ്യാപനം പോലത്തെയുള്ള അധിനിവേശ ശക്തികൾക്കെതിരെ എന്ന് തന്നെയാണ് ഇവർ ഈ ഇൻതിഫാദ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പറയുന്നുണ്ട് വിപ്ലവം അല്ലെങ്കിൽ കുലുക്കം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇസ്രായേലിനെതിരെ തീവ്രമായ പലസ്തീൻ പ്രതിഷേധത്തിന്റെ കാലഘട്ടങ്ങളെ വിവരിക്കാൻ ഇത് ആ കാലങ്ങളിൽ തന്നെ ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. പ്രധാനമായും അക്രമാസക്തമായ ഭീകരതയുടെ രൂപത്തിൽ. നോക്കൂ, അക്രമാസക്തമായ ഭീകരതയുടെ രൂപം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജോസഫ് മാഷിന്റെ കൈകാൽ വെട്ടിയത് ആരാണ്?
രഞ്ജി ശ്രീനിവാസൻജിയെ കൊന്നതും പോരാ, അദ്ദേഹത്തിന്റെ മുഖം അടിച്ച് പരത്തി, കൂടം കൊണ്ട് അടിച്ച് പരത്തി, തന്റെ അയൽക്കാരനോട് തീവ്രമായി കൊടിയ പീഡനത്തോടു കൂടി യുദ്ധം ചെയ്യുക, പിന്നെയോ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, തന്റെ അയൽക്കാരനെ പോലും ശത്രുവായി കണ്ടുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞ വലിയ മഹാൻ ഇറക്കിക്കൊടുത്ത ഒരു കിതാബുണ്ടല്ലോ. ആ കിതാബ് പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്, അവരെ തന്നെയാണ് അക്രമാസക്തമായ ഭീകരതയുടെ രൂപത്തിൽ 1987 1990 മുതലുള്ള ആദ്യത്തെ ഇന്തിഫാദയും 2000 മുതൽ 2005 മുതലുള്ള രണ്ടാമത്തെ ഇന്തിഫാദയും, അതായത് ഇസ്രയേലിനെതിരെ നടത്തുന്ന പലസ്തീന്റെ ഈ കുലുക്കമുണ്ടല്ലോ, ഈ ഭീകര പ്രവർത്തനമുണ്ടല്ലോ, അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് ഇന്തിഫാദ എന്നുള്ളത്. ഞാൻ ഇത് കാണുന്നത് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശശികല ടീച്ചറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിച്ചപ്പോഴാണ്. കാരണം ഇത് കുറെ ദിവസങ്ങളായി കറങ്ങിക്കളിച്ച് നടക്കുന്നുണ്ട് ഇന്തിഫാദ എന്ന പേര്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്നിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ സഞ്ചരിച്ചു നോക്കും, അറബിയിൽ എഴുതിയിട്ടുള്ള കുറെ വചനങ്ങളും വാക്യങ്ങളും ബോർഡുകളും എല്ലാം നമ്മൾക്ക് കാണാനാവും. അത് എന്താണ് അതിന്റെ അർത്ഥമെന്നോ അത് വായിച്ചെടുക്കാനോ സാധാരണക്കാരന് കഴിയില്ല. അത് തന്നെയാണ് ഇവരുടെ വിജയം. കാരണം എന്താ, ഇത്തരത്തിലുള്ള ഈ അറബിയിലൂടെയുള്ള ഈ ജിഹാദുകളുണ്ടല്ലോ, ഈ ഇസ്ലാമിക ഭീകരതയുണ്ടല്ലോ, കൊടിയ ഭീകരതയുണ്ടല്ലോ, അത് പ്രചരിപ്പിക്കുക, അത് അറബിയിലാവുമ്പോൾ ആരും അറിയില്ല. എന്നിട്ട് ഇവരത് ഫോട്ടോ എടുത്തുകൊണ്ടും മറ്റും ഏതൊക്കെ രീതിയിൽ പ്രചരിപ്പിക്കാമോ അതൊക്കെ ചെയ്യുക. ഇതിന് ഏറ്റവും മറ്റൊരു അവസാനത്തിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഞാനൊരു നിലമ്പൂർ സ്വദേശി ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടും അറിയാം. നിലമ്പൂരിലെ കനോലി പ്ലോട്ട് എന്ന് പറയുന്ന, ഈ തേക്കിന്റെ നാടാണ് നിലമ്പൂർ എന്നാണ് വെപ്പ്. അത്തരത്തിൽ കനോലി പ്ലോട്ട് എന്ന് പറയുന്ന കനോലി സാഹിബ് സ്ഥാപിച്ച ഈ തേക്കിന്റെ ഒരു പ്ലോട്ട് ഉണ്ട്. അവിടെ ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ കനോലി പ്ലോട്ടിനോട് ചേർന്നിട്ടുള്ള ഫോറസ്റ്റിന്റെ മെയിൻ ഹൈവേ കൂടിയാണിത്, ഊട്ടി ഹൈവേ കൂടിയാണിത്, പെരുമ്പിലാവ് ഊട്ടി ഹൈവേ കൂടിയാണിത്. ഈ ഊട്ടി ഹൈവേയുടെ ഓരത്തുള്ള റോഡ് സൈഡിലുള്ള ഫോറസ്റ്റിന്റെ ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് പലരും വീഡിയോയും ചിത്രമൊക്കെ പ്രചരിപ്പിച്ചതോടുകൂടി ഇന്ന് ആ ബോർഡ് കാണാനില്ല. ഇനി എന്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ ബോർഡിൽ എഴുതി വെച്ചിരുന്നത് ഒരു ഖുറാനിലെ അള്ളാഹുവിന്റെ വചനമായിരുന്നു. ആലോചിച്ച് നോക്കും. അത് വല്ല ഭഗവത്ഗീതയിലെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ബൈബിളിലെയോ സർക്കാർ ബോർഡുകളിൽ ആയിരുന്നു എഴുതിയിരുന്നതെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തായിരിക്കും ഈ കേരളത്തിൽ ഉണ്ടാവുക? അതല്ല ഈ ഭാരതത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക? പക്ഷെ ഇവിടെ അറബിയിലായാലും ഈ ഖുറാനിൽ നിന്നുള്ള ഈ അള്ളാഹുവിന്റെ വചനങ്ങളൊക്കെ എഴുതി വെക്കുക. മാത്രമല്ല എന്റെ നാട്ടിലുള്ള ഒരു LP സ്കൂൾ ഉണ്ട്, പറമ്പ UP സ്കൂൾ, LP സ്കൂൾ അല്ല, പറമ്പ UP സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ പറമ്പ UP സ്കൂളിന്റെ സ്കൂളിന്റെ ആ പടിവാതിൽക്കൽ കയറി വരുന്ന അവിടെ ഈ അള്ളാഹുവിന്റെ ഖുറാനിലുള്ള വചനങ്ങളൊക്കെ അള്ളാഹു എന്ന അടിയിൽ എഴുതിക്കൊണ്ട് തന്നെ സ്റ്റിക്കർ എഴുതിയും പതിപ്പിച്ചുകൊണ്ടും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സർക്കാർ സ്കൂൾ തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ട്. അതിന്റെ അധ്യാപകരോട് ഇത് വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ട് പോലും അത് മാറ്റാൻ അവർ തയ്യാറായില്ല. ആലോചിച്ച് നോക്കൂ, ഇതാരാണ് മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു നോക്കും. അത്തരത്തിൽ തന്നെയാണ് ഇന്തിഫാദ എന്ന് പറയുന്ന ഈ അറബി വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ കുലുക്കുക, ഭാരതത്തെ തകർക്കുക, ഭാരതത്തെ തകർത്തുകൊണ്ട് അതല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുവിന്റെ നെഞ്ചത്ത് കൂടി ബുൾഡോസർ ഓടിച്ച് കയറ്റിക്കൊണ്ട് ഇവിടെ ഹിന്ദുത്വം നശിപ്പിക്കുക, ഹിന്ദുക്കളെ കൊന്നെടുക്കുക, എന്നാൽ മാത്രമേ ഇവിടെ ഈ ഇസ്ലാമിക രാജ്യമായി സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയുകയുള്ളൂ എന്ന ബോധ്യം കൊണ്ട് തന്നെ ഇവരുടെ യുദ്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് നമുക്കറിയാം. അത് കേരള സർവകലാശാലയിലേക്കും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സ്കൂളുകൾ വിട്ടുകൊണ്ട്, കോളേജുകൾ വിട്ടുകൊണ്ട് സർവകലാശാലകളെ ലക്ഷ്യമിടുന്ന ഈ ഇസ്ലാമിക അധിനിവേശ ഭീകര ശക്തികളുടെ കരാളഹസ്തങ്ങൾ ഇതിനു മുൻപും നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒട്ടനവധി സർവകലാശാലകളെ കത്തിച്ച് ചാമ്പലാക്കി തക്ഷശില പോലെയുള്ള മഹാശേഖരം, അതല്ലെങ്കിൽ നമ്മുടെ അത്ര കണ്ട അറിവിന്റെ നിറകുടങ്ങളായിട്ടുള്ള ഒരുപാട് ശേഖരങ്ങളൊക്കെ ഈ ഇസ്ലാമിക അധിനിവേശ കൊടും ഭീകരവർഗം നശിപ്പിച്ചു കളഞ്ഞ ചരിത്രമൊക്കെ നമ്മൾ വായിക്കേണ്ടതുണ്ട്. എന്താണ് നളന്ദ സർവകലാശാല, എന്താണ് തക്ഷശില സർവകലാശാല എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നളന്ദയ്ക്കും തക്ഷശിലയ്ക്കും ഒക്കെ തീ കൊടുത്ത് നശിപ്പിച്ചിട്ട് മാസങ്ങളോളമാണ് നിന്ന് കത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കണം. അത്ര കണ്ട് ശേഖരം, അറിവിന്റെ ശേഖരങ്ങൾ ഈ സർവകലാശാലകളിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ അറിവിന്റെ നിറകുടങ്ങളായിട്ടുള്ള സർവകലാശാലകളെ പിടിക്കുന്നതെന്നറിയാമോ? അതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് മഴ തരുന്നത് അള്ളാഹുവാണ്, പടച്ച റബ്ബായിട്ടുള്ള അള്ളാഹുവാണ് എന്ന പാഠപുസ്തകത്തിലെ വരികളൊക്കെ ഇതിനു മുൻപ് വൈറലായതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മദ്രസയിലെയാണോ അതല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തിന്റെയാണോ, സ്കൂൾ മദ്രസ വിദ്യാഭ്യാസത്തിന്റെയാണോ എന്നതൊക്കെ നമുക്ക് വിടാം. പക്ഷെ ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് മഴ തരുന്നത് അള്ളാഹുവാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ആ തലമുറയുടെ തലയിലേക്ക്, കുഞ്ഞുമക്കളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്ന വസ്തുതകൾ എന്താണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ നയം എവിടെ എത്തി എന്ന് ചിന്തിക്കുക. അത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യയിലൂടെ, അറിവ് നൽകുന്നതിലൂടെ കുഞ്ഞുമക്കളുടെ തലച്ചോറിലേക്ക് ഈ ഇസ്ലാമിക അധിനിവേശത്തിന്റെ കൊടും ഭീകരത
തളച്ച് തുളച്ച് കയറ്റുക. അതിലൂടെ ഇന്നത്തെ തലമുറയുടെ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഹിന്ദു ക്രൈസ്തവ തലമുറയെ ഇവിടുത്തെ ദൈവമില്ലാത്ത നാടാക്കി മാറ്റുക. ഞങ്ങൾക്ക് ദൈവമില്ല, ഞങ്ങൾക്കുള്ള ദൈവം ഈ അഞ്ചോത്ത് വിളിച്ചു പറയുന്ന ഞമ്മന്റെ ദൈവം മാത്രമാണ് എന്നത് കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കുക. അത് പിണറായി വിജയന്റെ മരുമകനായുള്ള റിയാസ് ആയാലും ഇവിടുത്തെ നിയമസഭാ സ്പീക്കറായാലും ഏതൊക്കെ പ്രഗത്ഭരായുള്ള മുസ്ലിം നേതാക്കന്മാരെ നിങ്ങൾ എടുത്തു നോക്കൂ. മുസ്ലിം നാമധാരിയാണോ, അവൻ മദ്രസയിൽ പോയിട്ടുണ്ടാവും, അവന്റെ ദൈവമുണ്ട്, അത് പ്രചരിപ്പിക്കാൻ അവൻ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും ദേവ സങ്കല്പങ്ങളുണ്ടല്ലോ, ദേവദേവീ സങ്കല്പങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടും വരച്ചുകൊണ്ടും ഈ സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഇത് കാണുന്ന പുതുതലമുറയുണ്ടല്ലോ, അവർക്ക് എന്ത് തോന്നണം? ഓ, ഹിന്ദു മതത്തിലെ ദൈവങ്ങളായാലും ദേവദേവീ സങ്കല്പങ്ങളായാലും അവരുടെ സംസ്കാരമായാലും അതൊന്നുമല്ല, ഇവിടെയുള്ളതാകെ ഈ പറയുന്ന അറബ് സംസ്കാരമാണ്, ഈ പറയുന്ന കിതാബാണ്. അയൽക്കാരനെ പോലും വളരെ രൂക്ഷതയോടുകൂടി യുദ്ധം ചെയ്യുക എന്ന് പഠിപ്പിക്കുന്ന ഈ ഗ്രന്ഥം, മഹാഗ്രന്ഥം, പടച്ചവൻ ഇറക്കിക്കൊടുത്ത, നൂലിൽ കെട്ടി സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊടുത്തെന്നും പറഞ്ഞു നടക്കുന്ന ആ ഗ്രന്ഥമാണെന്ന് മാത്രം ഇവിടെ പ്രചരിപ്പിക്കണം. അതിലൂടെ പറയാതെ ഇവിടെ അതല്ലെങ്കിൽ അറിയാതെ മതപ്രചാരണം നടത്തുക. ഇവിടെ കാശ്മീരോ അഫ്ഗാനിസ്ഥാനോ ആയി കേരളം എന്നെങ്കിലും മാറാൻ ഇനി വലിയ അധിക താമസമൊന്നുമില്ല എന്നുള്ളത് ഈ സർവകലാശാലയിലൂടെ പലസ്തീനും ഇസ്രയേലും യുദ്ധം നടക്കുമ്പോൾ പലസ്തീനിലെ ഹമാസ് കൊടും ഭീകരന്മാരും ഇസ്ലാമിക കൊടും ഭീകരവർഗവും പ്രചരിപ്പിച്ചിരുന്ന ഈ ഇൻതിഫാദ എന്ന് പറയുന്ന മുദ്രാവാക്യം നമ്മുടെ കലാശാലകളിൽ, സർവകലാശാലകളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ധീരമായി നെഞ്ചുറപ്പോടുകൂടി പ്രചരിപ്പിക്കാൻ അവർക്ക് ഭയമില്ലെങ്കിൽ നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ അവസാനത്തെ ദൃഷ്ടാന്തം തന്നെയാണെന്നേ പറയാനുള്ളൂ. ഹിന്ദുവിനും ഈ പറയുന്ന ക്രൈസ്തവനും കിട്ടുമ്പോഴേ അറിയുകയുള്ളൂ. ഇപ്പൊ പൂഞ്ഞാറിൽ കൊച്ചച്ഛന്റെ നെഞ്ചത്ത് കയറി ഇസ്ലാമിക കൊടുംഭീകരന്മാർ അതിൽ എണ്ണയെ പിടിച്ചു കൊണ്ടുപോയ ഒരുത്തന്റെ മകൻ കൂടി ഉണ്ട് എന്ന വിവരം കൂടി പുറത്തു വന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ? അത്തരത്തിൽ ഒരു കൊച്ചച്ഛന്റെ നെഞ്ചത്ത് കയറിയപ്പോഴും ഈ കുഞ്ഞാടുകൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, പണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സമയത്ത്, എതിർദിശയിൽ കാൽ വെട്ടിയ സമയത്ത്, അന്ന് ആ ജോസഫ് മാഷെ ഒറ്റയ്ക്ക് വിട്ടുകൊണ്ട് തങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ കുറയുമെന്ന ഭയം കൊണ്ട്, തങ്ങളുടെ കോളേജിൽ പണം കുറയുമെന്ന ഭയം കൊണ്ട് ഇസ്ലാമിക ഭീകരന്മാരുടെ ഭീഷണി കേട്ട് വഴങ്ങിക്കൊണ്ട് ഈ തോമസ് മാഷ് ജോസഫ് മാഷോട് ചെയ്ത ആ ചെറ്റത്തരമുണ്ടല്ലോ, ആ തെണ്ടിത്തരമുണ്ടല്ലോ, അതിന്റെ കണക്ക് കൂട്ടി തന്നെയാണ്, പലിശ സഹിതം തന്നെയാണ് ഇന്ന് പൂഞ്ഞാറ്റിലെ അച്ഛന് കിട്ടിയതെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ഇൻതിഫാദ എന്ന് പറയുന്ന ഈ മുദ്രാവാക്യത്തോടുകൂടി ഭാരതത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള, ഭാരതത്തിലേക്ക് നുഴഞ്ഞു വന്നിട്ടുള്ള, അധിനിവേശം നടത്തിയിട്ടുള്ള, അതല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശങ്കരന്റെയും അയ്യപ്പന്റെയും പേരക്കുട്ടികളായിട്ടുള്ള ഇന്നിപ്പോ എത്രയോ തലമുറ കഴിഞ്ഞപ്പോൾ ഇവിടെ ജബ്ബാറും മുഹമ്മദും മുസൽമാനായിട്ടുള്ള ആളുകളായി മാറുമ്പോൾ അവരുടെ അടിവേരുകൾ തേടി ചെന്നാൽ അവിടെ ഒരു ശങ്കരന്റെ പേരും അയ്യപ്പന്റെ പേരും അതല്ലെങ്കിൽ ഇതുപോലുള്ള ഹിന്ദു നാമങ്ങൾ കാണാം. പല മുസ്ലിം ഫാമിലികളും ഇന്നും അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ പൂർവ്വ തലമുറ, ഒരു 8-9 തലമുറ മുൻപ് ഞങ്ങൾ നമ്പൂതിരിമാരായിരുന്നു, പിന്നെ എങ്ങനെയാണ് ഇവനൊക്കെ മുഹമ്മദും ജബ്ബാറും ഈ പറയുന്ന റഹ്മാനും ആയത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് വാളിന്റെ തലപ്പ് കാണിച്ചും ഭയപ്പെടുത്തിക്കൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും മതം മാറ്റിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാണുന്ന മുസൽമാന്മാർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് സൗദി പറഞ്ഞത്, ഞങ്ങൾക്ക് മതം മാറിയ മുസൽമാന്റെ അഭിപ്രായം വേണ്ട, ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം തീരുമാനിക്കാൻ വ്യക്തമാക്കിക്കൊണ്ട് സൗദി പോലും പുറപ്പെടുവിച്ച പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇൻതിഫാദ എന്ന് പറയുന്ന ഈ പരിപാടി യുവജനോത്സവം എന്ന പേരിൽ കേരള സർവകലാശാലയിൽ ഈ വരുന്ന മാർച്ച് 8, 9, 10, 11 തീയതികളിൽ നടക്കാൻ പോവുകയാണ്. ആ പരിപാടി എന്തായാലും ഗംഭീരമാക്കാൻ നമ്മുടെ മുക്കാൽ മുറിയന്മാരായിട്ടുള്ള സകല ഭരണകർത്താക്കന്മാരും ഈ പറയുന്ന പ്രതിപക്ഷവും എല്ലാം ഉണ്ടാവുമെന്ന് നമ്മൾക്കറിയാം. ഹിന്ദുവിനും ക്രൈസ്തവനും ആകെ രക്ഷ ഹിന്ദുക്കൾ തന്നെയുള്ളൂ, RSS മാത്രമേ ഉള്ളൂ, BJP തന്നെയുള്ളൂ എന്നത് വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിച്ച് പറയേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാതെ ഇനിയും ഈ ഇൻതിഫാദമാരെ പ്രലോഭിപ്പിച്ച് നടക്കുന്ന ഇൻതിഫാദമാരെ അതല്ലെങ്കിൽ കലാപകാരികളായിട്ടുള്ള അധിനിവേശ ദുഷ്ടശക്തികളെ അവരുടെ മൂട് താഴ്ങ്ങി നടക്കുന്ന അവന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന ഇവിടത്തെ അധികാരി വർഗം ഇനിയും നിങ്ങളെ പറ്റിക്കാൻ, നിങ്ങളെ ചതിക്കാൻ വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾക്ക് മുൻപിൽ വോട്ട് തേടിക്കൊണ്ടുവരും, പല മായാജാലങ്ങളും കാട്ടിക്കൊണ്ട് നിങ്ങളുടെ മുൻപിൽ വരും. അന്ന് ഹിന്ദുവും ക്രൈസ്തവനും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നിന്റെ അവസാനം, നിന്റെ കുഴി, നിന്റെ ശവക്കുഴി നീ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നത് നീ മനസ്സിലാക്കുക. ഇത്രയെങ്കിലും ഈ ഇൻതിഫാദയ്ക്കെതിരെ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു സ്വാഭിമാനി, കരുത്തുള്ള, നട്ടലുള്ള, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഹിന്ദുവാണ് എന്ന് എനിക്കെങ്ങനെ പറയാനാവും എന്നുള്ളത് നിങ്ങളോട് പച്ചയ്ക്ക് പറയാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.